പൊതുവെ വിദ്യാർത്ഥികൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഒരു സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സ് ചൂസ് ചെയ്യണം എന്നൊരു ഘട്ടം വരുമ്പോൾ അവർ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് ചൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടായിരിക്കും സർ? തീർച്ചയായിട്ടും ആ ഒരു ഫീൽഡിനകത്തുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നമുക്കറിയാം ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിനകത്ത് നിരവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. മാത്രമല്ല അതിനകത്ത് ഈ ഒരു ഫീൽഡിനകത്ത് കിട്ടുന്ന ഒരു സാലറി എന്ന് പറഞ്ഞാൽ മറ്റു ഒരു ഫീൽഡിനകത്തും കിട്ടാത്ത അത്രയും തന്നെ സാലറി നമുക്ക് ഈ ഒരു ഫീൽഡിനകത്ത് വരുന്നുണ്ട്. അതിലുപരി ഒരുപാട് സ്റ്റുഡൻസിന് ഈ പറയുന്ന ഫ്രഷർ ലെവലിൽ തന്നെ ജോബിൽ കയറാൻ പറ്റുന്ന ഒരു ഫീൽഡും കൂടിയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ്. അതുകൊണ്ട് തന്നെയാണ് നിരവധി സ്റ്റുഡൻസ് ഇപ്പോൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സിന് ഒരു മാറ്റർ അല്ല. ഇപ്പോൾ നമുക്കറിയാം ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിനകത്ത് കയറുന്നുണ്ടെങ്കിൽ ബേസിക് ക്വാളിഫിക്കേഷൻ 10th മതി. 10th മുകളിലേക്ക് ഏത് ക്വാളിഫിക്കേഷൻകാർക്കും അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോബ് പൊസിഷൻസിലേക്ക് അവർക്ക് കയറാൻ പറ്റും. ഇപ്പോൾ ഈവൻ 10th കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ +2 കഴിഞ്ഞ ഒരാൾ ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഒക്കെ കഴിഞ്ഞ ആളുകൾ ഏതൊരു ക്വാളിഫിക്കേഷൻ ആണെങ്കിലും അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മാത്രമല്ല വേൾഡ് വൈഡാണ് ഇതിനൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കൺട്രിയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫീൽഡല്ല ഓയിൽ ആൻഡ് ഗ്യാസ് എന്നാണ്. എല്ലാ രാജ്യങ്ങളിലും നമുക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ പറയുന്ന വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. മാത്രമല്ല നമുക്ക് വേൾഡ് വൈഡ് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ്. അപ്പോൾ ഈ പറയുന്ന ഫ്രഷേഴ്സിന് ഈസിലി ആയിട്ട് ഒരു ജോബിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം കൂടുതൽ ആളുകൾ ഈ പറയുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് ചെയ്യുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ ജോലി കിട്ടണമെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് പഠിച്ചെങ്കിൽ മാത്രമേ കഴിയുള്ളൂ സർ? ഒരിക്കലുമല്ല. ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലേക്ക് ജോബിന് പോകണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സുകൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ഒരു കോഴ്സ് ചെയ്യാതെ ഈ ഒരു ഫീൽഡിനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ നമുക്കൊരു ജോബിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ജോബ് കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഫീൽഡിനെ കുറിച്ചൊരു ബേസിക് അവയർനെസ് നമുക്ക് വേണം. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ക്വാളിഫിക്കേഷൻ ഒരു മാറ്റർ അല്ല. അതിനകത്തോട് ഏത് ക്വാളിഫിക്കേഷൻകാർക്കും ജോബുണ്ട്. പക്ഷേ ഈ ഒരു ഫീൽഡിനെ കുറിച്ച് ബേസിക് നോളജ് ഇല്ലാതെ നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം ഓഫ് ഷോർ ആണെങ്കിലും അതുപോലെ ലാൻഡ് റിഗുകളാണെന്നുണ്ടെങ്കിലും കെമിക്കൽ പ്ലാന്റുകൾ അതുപോലെ റിഫൈനറീസ് ഇവിടങ്ങളിലൊക്കെ നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഈ പറയുന്ന ഈ ഫീൽഡിനകത്തുണ്ട്. ബട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു പൊസിഷനകത്തോട്ടായിരിക്കും നമ്മൾ ജോബിനകത്തോട്ട് പോകുന്നത്. ഈ പർട്ടിക്കുലർ പൊസിഷനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയണം. ഈ പൊസിഷനിൽ എന്തൊക്കെ ജോബുകളായിരിക്കും വരിക, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അവരുടെ പറയുന്ന മെഷീനറീസ്, ടൂൾസിനെ കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും നമുക്കൊരു നോളജ് ഇല്ലാതെ പെട്ടെന്നൊരു ജോബിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. നമുക്കറിയാം ഇപ്പോൾ ഈ PSC എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല ബാങ്ക് എക്സാം എഴുതണമെങ്കിൽ നമുക്ക് ഇതിന് കോച്ചിങ് നിർബന്ധമാണോ? അല്ലല്ലോ. അതേപോലെ തന്നെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു കോഴ്സ് നിർബന്ധമല്ല. പക്ഷേ ഈ ഫീൽഡിനെ കുറിച്ചുള്ളൊരു നോളജ് നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ടാണ് കൂടുതലും ആളുകൾ ഈ ഒരു കോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഇവർക്ക് കിട്ടും. അതിലുപരി ഇവർക്കൊരു ജോബ് സപ്പോർട്ട്. ഇപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അവയർനെസ് ഇവർക്ക് ഉണ്ടെങ്കിൽ കൂടെ ഇവർക്ക് അറിയില്ല എവിടെ പോയാൽ ജോലി കിട്ടും, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫ്രഷർക്ക് ഏത് പൊസിഷനായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ കിട്ടുക, മീൻസ് ഏതൊക്കെ കമ്പനികളിലോട്ട് പോകാൻ പറ്റും, എങ്ങനെ ജോബിന് അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാകും. ഒരു ജോബിലേക്ക് ഇവർക്ക് കുറച്ചും കൂടി ഈസിലി എത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കോഴ്സുകൾ കൂടുതൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നത്. ഇതൊരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സാണ്. നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫീൽഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതിലുപരി ഒരു ജോബ് സപ്പോർട്ട് നമുക്ക് കിട്ടും. ഈ മേഖലയിൽ ഒരു ജോലി കിട്ടാൻ എന്തെങ്കിലും പ്രത്യേക സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ഫീൽഡിനകത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിനകത്ത് പർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻ അങ്ങനെ ഒരു ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഫീൽഡിനകത്തോട്ട് പോകാൻ നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ റിഗിനകത്തോട്ട് ലാൻഡ് റിഗോ അല്ലെങ്കിൽ ഓഫ് ഷോർ റിഗോ ഒക്കെ ആണെങ്കിൽ റിഗിനകത്തോട്ട്, അതുപോലെ തന്നെ ചില റിഫൈനറികളത്തോട്ട് ചില പ്ലാന്റുകളിലോട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് സേഫ്റ്റി സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അത് നോർമലി ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാറുമില്ല. ഈ പറയുന്ന ബൊസൈറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന SGCW പോലുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറേ സേഫ്റ്റിയുടെ കാര്യങ്ങൾ കുറേ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സേഫ്റ്റി സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ജസ്റ്റ് 10 days 30 days 15 days ഒക്കെ വരുന്ന കോഴ്സുകളാണ്. അത് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ അങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻസ് എടുക്കേണ്ടത്. അതല്ലാതെ ഈ പറയുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് നമുക്കറിയാം. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന കുറച്ച് ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഒരിക്കലും ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. നല്ലൊരു പെർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല. അത് ചില കമ്പനികൾക്ക് പോലും അറിയില്ല ഇങ്ങനെയുള്ള കോഴ്സുകളുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോഴ്സുകൾ ആവശ്യമുണ്ടോ എന്ന് ചില കമ്പനികൾക്ക് പോലും അറിയില്ല. നമ്മുടെ ഇന്ത്യയിലൊക്കെ അത് കുറച്ചും കൂടെ പോപ്പുലറാണ്. പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ പോകുമ്പോൾ ഇവർക്ക് അവിടെയൊന്നും ഈ പറയുന്ന ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചിട്ടല്ല ആളുകൾ ഈ പറയുന്ന റിഗിനകത്തോട്ടോ അല്ലെങ്കിൽ ഓഫ് ഷോറിനകത്തോട്ടോ ഈ പറയുന്ന റിഫൈനറിക്കകത്തോട്ടോ ഒന്നും ജോബിന് പോകുന്നത്. അത് അവരുടെ ഇന്നൊരു പൊസിഷനിലേക്ക് ഇന്നൊരു ക്വാളിഫിക്കേഷൻ വേണം.
അതിലുപരി ഞാൻ നേരത്തെ പറഞ്ഞതിന് ഇതിനെക്കുറിച്ച് നോളജ് വേണം. ഈ ഫീൽഡിനെ കുറിച്ച് ഇവർ അവെയർ ആയിരിക്കണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന ഫീൽഡിനകത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പെർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് റിഗ്ഗി ജോലി കിട്ടും, അല്ലെങ്കിൽ ഈ റിഫൈനറി ജോലി കിട്ടും, അങ്ങനെയില്ല. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ ചില ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ASND ലെവൽ 2, നമുക്ക് NDT ഡിപ്പാർട്ട്മെൻറ്റിനകത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. ലെവൽ 2 ASND അല്ലെങ്കിൽ PCN ലെവൽ 2, ലെവൽ 1 സർട്ടിഫിക്കേഷൻസ്, അല്ലെങ്കിൽ ലെവൽ 3 സർട്ടിഫിക്കേഷൻസ്. അങ്ങനെ അത് കമ്പനിയുടെ ഡിമാൻഡ് അനുസരിച്ച് അങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ പൊസിഷനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വേണ്ടി വരും. അതല്ലാതെ ഇപ്പോൾ നമ്മൾ റിഗിനകത്തോട്ട് ഒരു റോസ്റ്റ് അബൌട്ടായിട്ടോ ഫ്ലോർമാനായിട്ടോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പറായിട്ടോ പോകണമെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അതൊരു തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ഇന്ന സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇന്ന കമ്പനിയിലോട്ട് പോകാം, അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ സാർ പറയുന്നത് ഈ മേഖലയിൽ ജോലിക്ക് പ്രവേശിക്കാൻ ഇത്തരം കോഴ്സുകൾ പഠിക്കേണ്ട എന്നാണോ? അങ്ങനെയല്ല, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ PSC എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ PSC കോച്ചിങ് നിർബന്ധമില്ല. പക്ഷേ കോച്ചിങ്ങിന് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇവർക്ക് നോളജ് ഉണ്ടാവും, ഇവർക്ക് എക്സാം കുറച്ചും കൂടി ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ഏത് മേഖല, ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖല എന്നല്ല, ഏത് മേഖലയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ മേഖലയെക്കുറിച്ചുള്ള ഒരു നോളജ് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മേഖലയിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ജോബിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് പഠിക്കാത്തൊരു വ്യക്തിയെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ഓഫ് ഷോറിനകത്തോട്ടോ അല്ലെങ്കിൽ റിഗിനകത്തോട്ടൊക്കെ ജോബിന് പോവുകയാണെങ്കിൽ അവിടെയുള്ളൊരു ബേസിക് ടൂൾസിനെ കുറിച്ച്, ഇപ്പോൾ ഈ പറയുന്ന കംപ്രസറിനെ കുറിച്ചോ വാൾവുകളെ കുറിച്ചോ പൈപ്പിംഗ് ഡയമെൻഷനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഡ്രോയിങ്ങിനെ കുറിച്ചോ ഒന്നിനെക്കുറിച്ച് ഇവർക്ക് ഒരു നോളജും ഉണ്ടാവില്ല. പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ ഈ പറയുന്ന ബേസിക് കാര്യങ്ങൾ ഇവർക്ക് അറിയാൻ പറ്റും. കുറച്ചും കൂടെ ഒരു ജോബ് ബേസ് ചെയ്ത് വരുന്ന ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ ഇങ്ങനെയുള്ള ടൂൾസിനെ കുറിച്ചൊക്കെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈവൻ ഫ്രഷർ ലെവലുള്ള ഇൻ്റർവ്യൂ ആണെങ്കിൽ കൂടെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ജോബിലേക്ക് എത്താൻ പറ്റും. പഠിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല, പഠിക്കുവാണെങ്കിൽ നല്ലതാണ്. പഠിച്ചില്ലെങ്കിലും ഇവർക്ക് ഈ ജോബിനകത്തോട്ട് പോകാം. ഇവർക്ക് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് അല്ലാതെ ഇവർ മനസ്സിലാക്കാൻ ഇവർ റെഡിയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈസിലി ജോബിലേക്ക് എത്താൻ പറ്റും. ഒരു ഫ്രഷറായ ഒരാൾ ഈ മേഖലയിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം സർ? ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഒരുപാട് ജോബ് പൊസിഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ബേസിക് നമ്മളുടെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് പഠിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മേഖലകളിലോട്ട് ഇവർക്ക് ജോബിന് പോകാൻ പറ്റും. ഇപ്പോൾ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു 3 ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് ജോബിന് പോകാം. ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ ഒരു ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനകത്തോട്ടാണ് ഇവർ ജോബിന് പോകുന്നതെങ്കിൽ ഇവർക്ക് ബേസിക് ആയിട്ടുള്ള ഡ്രോയിങ്സിനെ കുറിച്ച് അറിയണം, അതിൻ്റെ ഇൻസ്പെക്ഷൻ ഡീറ്റെയിൽസ് അറിയണം. അതുപോലെ NDT ഇൻസ്പെക്ഷൻസിനെ കുറിച്ചുള്ള ഒരു ബേസിക് അവയർനെസ് ഇവർക്ക് വേണം. അതുപോലെ വെൽഡിംഗ് ഇൻസ്പെക്ഷനെ കുറിച്ചുള്ള ഒരു ബേസിക് അവയർനെസ് ഇവർക്ക് വേണം. പൈപ്പിംഗ്, ഐസോമെട്രിക് ഡ്രോയിങ്, അതുപോലെ P&AD ഡ്രോയിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് ഇവർക്ക് വേണം. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് ഇവർക്ക് ആ ഒരു ജോബിൽ ക്വാളിറ്റി സൈഡിനകത്തോട്ട് ഇവർക്ക് എത്താൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രൊഡക്ഷൻ സൈഡാണ് നമ്മൾ ഈ പറയുന്ന റിഗുകൾ, അതുപോലെ ഓഫ് ഷോർ പ്ലാറ്റ്ഫോമുകൾ എന്നൊക്കെ പറയുന്നത് ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ സൈഡാണ് വരുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ സൈഡിനകത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബേസിക് സേഫ്റ്റിയുടെ കാര്യങ്ങളുണ്ട്. ഇതുപോലെ അപ് സ്ട്രീം, ഡൗൺ സ്ട്രീം, മിഡ് സ്ട്രീമിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ അറിയുവാണെങ്കിൽ ഇവർക്ക് എത്താൻ പറ്റും. അതിലുപരി അടുത്തൊരു പൊസിഷനാണ് സേഫ്റ്റി. അപ്പോൾ നമുക്ക് സേഫ്റ്റി ഫയർമാൻ, അതുപോലെ ഫയർ സൂപ്പർവൈസർ, അതുപോലെ സേഫ്റ്റി സൂപ്പർവൈസർ, സേഫ്റ്റി ഓഫീസറൊക്കെ ആയിട്ട് നമുക്ക് ജോബിന് പോകാം. അപ്പോൾ അതിൽ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കാം. ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ 3 ഡിപ്പാർട്ട്മെൻറ്റിനകത്തോട്ട് പോകണമെങ്കിൽ 3നെ കുറിച്ച് ഒരു ബേസിക് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷർ ലെവലിലേക്ക് ഈ പറയുന്ന ജോബിലേക്ക് എത്താൻ പറ്റും. ഇത് പഠിക്കാൻ പോകുന്ന പലരുടെ അടുത്ത് ചോദിച്ചാലും അവരൊക്കെ പറയുന്നത് നേരെ വിദേശത്തേക്ക് പോവുകയാണ്, അവിടെ ജോലി ചെയ്യാനാണ് താല്പര്യം എന്നൊക്കെയാണ്. അപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞ് കുറച്ച് നോളജ് ഉള്ളൊരു ഫ്രഷറിന് പുറത്തേക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ സാർ? ശരിക്കും പോകാൻ പറ്റില്ല എന്ന് പറയുന്നില്ല, പക്ഷേ പല രീതിയിൽ സ്റ്റുഡൻസിന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നുവെച്ചാൽ സ്റ്റുഡൻസ് ഇത് പഠിച്ച ഉടനെ തന്നെ നേരിട്ട് റിഗിൽ ജോലി കിട്ടും, അല്ലെങ്കിൽ നേരെ എബ്രോഡ്, ഇപ്പോൾ ഈ പറയുന്ന അഡ്നോക്ക് പോലുള്ള കമ്പനികളിൽ അല്ലെങ്കിൽ സൗദി അറാംകോ പോലുള്ള കമ്പനികളിലോട്ട് ഇവർക്ക് ഡയറക്റ്റ്ലി പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോകാൻ പറ്റുമെന്നുള്ള രീതിയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊരു തെറ്റായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റാണ് സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. അങ്ങനെ ഒരിക്കലും പോകാൻ പറ്റില്ല എന്നല്ല. അപ്പോൾ നമുക്ക് എബ്രോഡിലോട്ടൊക്കെ പോകുമ്പോൾ ഈ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും പല ഏജൻസീസ് ആണെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാതെ ഈ ഒരു ഫീൽഡിനകത്തോട്ട് പോകുമ്പോഴത്തേക്കും ഹ്യൂജ് സർവീസ് ചാർജാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇത്രയും സർവീസ് ചാർജ് കൊടുത്തിട്ട് ഈ ഫീൽഡിനകത്തോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സ്പീരിയൻസിന് വേണ്ടി നമ്മുടെ നാടുകളിൽ, ഇന്ത്യയിൽ ഇവിടെയാണ് പഠിക്കുന്നത്, ഇന്ത്യയിൽ തന്നെ മാക്സിമം എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്കുക. അതിനുശേഷം നമ്മൾ എബ്രോഡിലോട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു മിനിമം എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് ഒരു 6 to 1 year എങ്കിലും എക്സ്പീരിയൻസ് ആയതിനു ശേഷം നമ്മൾ എബ്രോഡിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റിഗ് ജോബുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈസിലി ഈ പറയുന്ന ജോബിലേക്ക് എത്താൻ പറ്റും. അതല്ലാതെ നമ്മൾ പഠിച്ച ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് പഠിച്ചാൽ ഇവർക്ക് ഒരുപാട് പൊസിഷൻസിൽ വർക്ക് ചെയ്യാം. അപ്പോൾ അത് നേരിട്ട് ഈ പറയുന്ന റിഗിൽ റോസ്റ്റ് അബൌട്ട് ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലോർമാൻ ആയിട്ടോ ഡ്രില്ലറായിട്ടോ ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ ഇവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. കിട്ടില്ല എന്ന് പറയുന്നില്ല,
ബുദ്ധിമുട്ടാണ്. പക്ഷേ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹ്യൂജ് സർവീസ് ചാർജ് ഇവർ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇവർ അതിലുപരി ഇവരെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ഇവരുടെ അത്രയും അടുത്ത ആളുകൾ ഈ പറഞ്ഞ ഫീൽഡിനകത്ത് ഉണ്ടായിരിക്കണം. എങ്കിൽ ഇവർക്ക് ഈ പറയുന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജോബിനകത്തോട്ട് കയറാൻ പറ്റും. അല്ലാത്ത പക്ഷം ഇവർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് ഇങ്ങനെയുള്ള ജോബിലേക്ക് കയറുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്. പഠിച്ച ഉടനെ തന്നെ അഡ്നോക്കിൽ അല്ലെങ്കിൽ സൗദി അറാംകോ പോലുള്ള കമ്പനികളിലൊക്കെ ജോബ്. ഇതൊരു തെറ്റായിട്ടുള്ളൊരു വാഗ്ദാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് പഠിക്കുക, നമ്മൾ ഈ ഫീൽഡിനെ കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിലുപരി നമ്മളൊരു എൻട്രി ലെവൽ ജോബിന് കയറാം. നമുക്ക് എൻട്രി ലെവലിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് പൊസിഷൻസിനകത്തോട്ട് നമുക്ക് കയറാൻ പറ്റും. ഈ പറയുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് NDT ഇൻസ്പെക്ടർ തൊട്ടിട്ട് നമുക്ക് ഈ പറഞ്ഞ സേഫ്റ്റി സൂപ്പർവൈസർ, സേഫ്റ്റി ഓഫീസർ, അല്ലെങ്കിൽ ഈ പറയുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സിൽ തന്നെ ഈ പറഞ്ഞ റോസ്റ്റ് അബൌട്ട്, ഈ പറയുന്ന ഫ്ലോർമാന്, ഹെൽപ്പേഴ്സ്, ഫയർമാൻ, അങ്ങനെ പല 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 പൊസിഷൻസ് ഉണ്ട്. ഇതിനകത്തോട്ടൊക്കെ നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് എൻട്രി ലെവൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് ഈ കോഴ്സ് പഠിക്കുക. അതിനുശേഷം ഈ പറയുന്ന ഹൈ സാലറി അല്ലെങ്കിൽ ഒരു ഹൈ പൊസിഷനൊക്കെ നമ്മളൊരു മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായതിന് ശേഷം നമ്മളത് കയറാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതല്ലാതെ ഈ ഒരു കോഴ്സ് പഠിച്ച് എനിക്ക് ഇത്ര രൂപ സാലറി കിട്ടും, ഇന്ന പൊസിഷനിൽ എനിക്ക് ജോലി കിട്ടും എന്ന് വെച്ചുകൊണ്ട് പഠിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സിന് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിനേക്കാൾ എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ 10 വർഷമായിട്ട് ആദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതിലുപരി നമ്മൾ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇവർക്കൊരു ജോബ് സൈറ്റിനകത്തോട്ട് പോകുമ്പോൾ ഇവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു പ്രാക്ടിക്കൽ ലാബുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള, അതുപോലെ പൈപ്പിങ്ങിൻ്റെയും അതുപോലെ ഒരു റിഗ് മോഡലൊക്കെ വെച്ചിട്ടാണ് നമ്മളുടെ ക്ലാസ്സസ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഈ ഫീൽഡിനകത്തോട്ട് പോകാൻ ഈസിയാണ്. അതിലുപരി നമ്മുടെ ഈ ഒരു കോഴ്സിനകത്ത് ഇൻസ്ട്രുമെൻറ്റേഷൻ പാർട്ട് കൂടെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് റിഗ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിനകത്തോട്ടൊക്കെ പോകുന്ന ആളുകൾക്ക് ബേസിക് ഇൻസ്ട്രുമെൻറ്റേഷനെ കുറിച്ചും കൂടെ ഒരു നോളജ് വേണം. അതെനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റ് എവിടെയും അങ്ങനെ ഒരു സെഷൻ കൊടുക്കുന്നില്ല. അതിൽ അങ്ങനെ ഒരു കാര്യം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റേഷൻ സൈഡ് വരുന്നുണ്ട്, അതുപോലെ ക്വാളിറ്റി സൈഡ് വരുന്നുണ്ട്, സേഫ്റ്റി സൈഡ് വരുന്നുണ്ട്, പ്രൊഡക്ഷൻ സൈഡ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും മേഖലകൾ ഇവർക്ക് ഓപ്പണായിട്ട് കിട്ടുക എന്നുള്ളതാണ്. അതിലുപരി നമ്മുടെ ഒരു പ്ലേസ്മെൻറ്റ് സപ്പോർട്ടാണ്. അപ്പോൾ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനികളുമായിട്ട് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് കോൺടാക്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കോൺടാക്ട്സ് വരുന്ന പഠിക്കുന്ന സ്റ്റുഡൻസിന് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും അതുപോലെ അബ്രോഡ് ആണെങ്കിലും ഒരുപാട് കോൺടാക്ട്സ്, ഒരുപാട് നിരവധി സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കൂടെ സ്റ്റുഡൻസിന് കിട്ടുക എന്നുള്ളതാണ് ഈ ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു കോഴ്സ് കഴിഞ്ഞ് അധികം സമയം എടുക്കാതെ അത്രയും പെട്ടെന്ന് ഇവർക്കൊരു ജോബിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ. ഒരുപാട് ആളുകൾ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഈ മേഖലയെക്കുറിച്ച് വളരെയധികം സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇന്ന് സാർ നമ്മളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 90% ഈ ഒരു മേഖലയെക്കുറിച്ചുള്ള അവയർനെസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഇത് പഠിക്കുന്ന സ്റ്റുഡൻസിൽ നിന്നല്ല, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ ഇത് ഒരുപാട് ആളുകൾ ഇപ്പോൾ നിലവിൽ പഠിച്ച് കഴിഞ്ഞ് ജോബ് സീക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ നമ്മുടെ കഴിയുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ടുകൾ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിലൊരു ജോബ് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലോ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കോൺടാക്ട് ചെയ്യും. താങ്ക് യു. Aadi Group of Institutions, the most trusted quality training provider.